ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വളരെ ഞെട്ടലോടുകൂടി അപ്രതീക്ഷിതമായാണ് കേട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നേരത്തെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു വ്യക്തിയെ കാണാതായ ഒരു വ്യക്തിയെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുകയാണ്. അത് ആലപ്പുഴ കലവൂരിൽ എന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടുകൂടി 2:30 മണിയോടുകൂടിയാണ് ഈ വാർത്ത വരുന്നത്. ആ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്ര എന്ന വയോധികയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ആലപ്പുഴ കലവൂരിൽ നിന്നാണ് രഹസ്യമായി മറവു ചെയ്ത നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. 1 മാസം മുൻപ് ഇവരെ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തു എന്ന് സംശയിക്കുന്ന കാട്ടൂർ സ്വദേശിയായ മാത്യുവിനും ഭാര്യയ്ക്കുമായി ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷാജഹാനുണ്ട് ആലപ്പുഴയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഷാജഹാൻ. ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ്, വിവരമാണ് പുറത്ത് വന്നത് ഇന്നലെ ഉച്ചയോടുകൂടി. ഏതാണ്ട് 1 മാസം മുൻപ് ഈ ഒരു കൃത്യം നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതികളെന്ന് സംശയിക്കുന്ന മാത്യൂസ് ഒപ്പം തന്നെ ഭാര്യ ഷർമിള, ഇവരിലേക്കാണോ ഇപ്പോൾ പൂർണ്ണമായും അന്വേഷണം നീളുന്നത്, ഒതുങ്ങുന്നത്? മറ്റൊരാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്ന നിലയ്ക്ക് ഇന്നലെ ഷാജഹാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സംഭവങ്ങളുടെ മുഴുവൻ പശ്ചാത്തലം പോലീസ് ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കാവ്യ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 1 മാസത്തോളമായി പോലീസ് ഇത് അന്വേഷിച്ചു വരികയായിരുന്നു. അത്തരത്തിൽ പോലീസിന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് വ്യക്തമായി. പക്ഷേ അയാൾക്ക് ഈ കേസിൽ പങ്കില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതോടെ അയാളെ വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ കുഴിയെടുത്ത സ്ഥലത്ത് വരികയും കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുകയും ചെയ്തത്. 7-ാം തീയതിക്ക് ശേഷമാണ് ഈ വയോധിക കൊല ചെയ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാര്യം 7-ാം തീയതി ഇവിടെ കുഴിയെടുക്കാൻ വന്നയാൾ സുഭദ്രയെ കണ്ടതായിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 7-ാം തീയതിക്ക് ശേഷമായിരിക്കണം, കഴിഞ്ഞ മാസം 7-ാം തീയതിക്ക് ശേഷമായിരിക്കണം കൊല നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4-ാം തീയതിയാണ് സുഭദ്രയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് എറണാകുളം കടവന്ത്രയിൽ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ 4-ാം തീയതിക്ക് ശേഷം ഇവരോട് വരികയും 7-ാം തീയതിക്ക് ശേഷം കുഴിയെടുത്തതിൻ്റെ അടുത്ത ദിവസം കൊല ചെയ്യപ്പെട്ടു എന്നാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ഏതാണ്ട് 1 മാസക്കാലത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ട്. പക്ഷേ തീരദേശ മേഖലയിൽ ഉപ്പിൻ്റെ സാന്ദ്രത കൂടുതലുള്ളത് കൊണ്ട് തന്നെ മൃതദേഹം കൂടുതലായിട്ട് അഴുകിയിട്ടില്ല എന്നാണ് ഇന്നലെ പോലീസ് പറഞ്ഞത്. ഈ കൊലപാതകം നടന്നത് സ്വർണത്തിന് വേണ്ടി തന്നെ എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. കാര്യം ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലും അതിനുശേഷം ഈ സ്ത്രീയുടെ വീട്, അതായത് ഈ മാത്യുവിനോടൊപ്പമുള്ള ഷർമിളയുടെ വീട് ഉടുപ്പിയിലാണ്. അപ്പോൾ അവിടെയും ഈ സ്വർണം വിറ്റതായിട്ടും പണയം വെച്ചതായിട്ടൊക്കെയുള്ള സൂചനകൾ പോലീസ് ലഭിച്ചു. ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം ഇരുവർക്കുമായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ഇവർക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തി വരുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം നടന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ കാണാതായ സ്ത്രീയെ കണ്ടെത്തുന്നതിനും പ്രതികൾ ആരാണെന്ന് മാത്യുവും ഷർമിളയുമാണ് ഇത് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇരുവരും നിരന്തരം മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന ദമ്പതികളായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പലതവണ മണ്ണഞ്ചേരി പോലീസിൽ ഇരുവർക്കുമെതിരെ കേസും വന്നിട്ടുണ്ട്. ഈ മാത്യു ചെറുപ്പത്തിലെ തന്നെ മോഷണ കേസുകൾ പ്രതിയായിട്ടുണ്ട്. അത്തരം കേസുകളൊക്കെ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. ഇയാൾ മത്സ്യത്തൊഴിലാളിയായിരുന്നെങ്കിലും മത്സ്യബന്ധനത്തിനൊന്നും പോകാറുണ്ടായിരുന്നില്ല എന്നും പരിസരവാസികളൊക്കെ പറയുന്നു. എന്തായാലും നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിപ്പോയി. അതിൻ്റെ ചുരുളുകളൊക്കെ തന്നെ പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ അഴിക്കാൻ സാധിച്ചു. നമുക്കറിയാം, കടവന്ത്രയിൽ നിന്ന് ഒരാളെ മിസ്സാകുന്നു. ആ ബോഡി കലവൂരിൽ നിന്നും, ആലപ്പുഴ കലവൂരിൽ നിന്നും 1 മാസത്തിനുള്ളിൽ തന്നെ പോലീസ് വളരെ കൃത്യമായിട്ട് ആ ബോഡി പുറത്തെടുക്കുന്നു. പ്രതികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നു. ഇനി പ്രതികളെ പിടികൂടുക എന്നുള്ള ദൗത്യം മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ മരണകാരണവും എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത്, അതോടൊപ്പം തന്നെ എത്ര കാലപ്പഴക്കമുണ്ട് ഈ മൃതദേഹത്തിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമാണ് വ്യക്തമാകുന്നത്. കാവ്യ.